ഇപ്പോൾ സർ പറഞ്ഞല്ലോ 18 പൂങ്കാവനം ഉണ്ടെന്ന്. ആ ഒരു 18 പടികൾ, ഈ 18 പടികളിൽ ഓരോ പടികളിലും ഓരോ അർത്ഥം ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അത് ആ അർത്ഥങ്ങൾ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? പ്രകൃതി, അതായത് നമ്മൾ ഓരോ വൃക്ഷങ്ങളും നമുക്ക് ഓരോ ഫലങ്ങൾ നൽകുന്നുണ്ട്. ഓരോ വൃക്ഷങ്ങളിലും നമ്മൾ ഓരോ ദേവതാഭാവങ്ങളെ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ഓരോ മൗണ്ടുകൾക്കും ഓരോ ദേവതാഭാവങ്ങളുണ്ട്. അപ്പൊ 18 പടികളിൽ നടത്തുന്ന പടിപൂജ എന്ന് പറയുന്നത് അത് ദേവതാപൂജയായിട്ട് തന്നെയാണ് കാണുന്നത്. ആ 18 മലകളുടെയും സംരക്ഷണമാണ് ഈ പടിപൂജകളിലൂടെ നമ്മൾ നടത്തുന്നത്. ആ 18 പൂങ്കാവനങ്ങളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തിയ 18 പടികളും താണ്ടി വേണം ഈ ശാസ്ത്രത്തിന്റെ പീഠത്തിലെത്താനായിട്ട്. അപ്പോൾ എന്താണ് ശബരിമലയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരമെന്ന് ചോദിച്ചാൽ അറിവാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള അറിവ് ആണെങ്കിൽ കാലത്തെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള അറിവാണ് നമുക്ക് ശബരിമലയിൽ നിന്ന് കിട്ടുന്നത്. മുഴുവൻ വേഗത്തെയും ഉരുക്കഴിക്കാൻ പറ്റുന്ന ഉരുവിടാൻ പറ്റുന്ന ഏക പീഠമാണ് ശബരിമല. അത് പഞ്ചദ്രാവിഡ ദേശത്തിന്റെ പീഠങ്ങളുടെ പീഠമാണ് ശബരിമല. ഭൂമിയുടെ ഉപരിതലത്തിൽ ജലത്തെ, ദ്രവ്യത്തെ നിത്യതൃപ്തമായിട്ട് നിലനിർത്തുന്നതിന് കാരണമായിരിക്കുന്ന വസ്തുത ശബരിപീഠമാണെന്നുള്ള ആ കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഇത് അറിവിന്റെ പീഠമാണ്. അറിവിനെ ആർജിക്കുന്നവരും അറിവുള്ളവരും അറിവിന് വേണ്ടിയിട്ട് അവിടെ എത്തുന്നവരുമെല്ലാം അയ്യനായി മാറുന്ന, ആര്യനായി മാറുന്ന, ശ്രേഷ്ഠനായിട്ട് മാറുന്ന ഏക ഇടമാണ് ശബരിമല. ഇപ്പൊ രസകരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള ഒരു പ്രത്യേക ഒരു വനഭൂമി. ഈ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വൃക്ഷപരിപാലനവും സർവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ട് ആ വനപരിപാലനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഒരു വൃക്ഷത്തിന് പോലും കേട് സംഭവിക്കാതെ, ആ വൃക്ഷത്തിന്റെ വേരുകൾക്ക്, ആ റൂട്ടുകൾക്ക് ഒരു കേട് സംഭവിക്കാതെ നഗ്നപാതരായിട്ട് വളരെ ബുദ്ധിമുട്ടി അവിടെ എത്തുന്ന ആ ശാസ്താവിശ്വാസികളായിട്ടുള്ള അയ്യപ്പന്മാർക്ക് അവിടുത്തെ മഹാവൃക്ഷ പ്രകൃതിയുടെ സംരക്ഷണം ആണ് പരമമായിട്ടുള്ള ലക്ഷ്യം. അത് മറന്നുകൊണ്ടാണ് ഇന്ന് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. പ്രോഗ്രാം സ്പോൺസർഡ് ബൈ മൂഴിക്കരോട്.